Dear children, today we can start our lesson explanation of chapter 24, Home and Abroad. Home means our house or our native place, and abroad. Abroad means foreign country. In this chapter, we will learn about the difference between our homeland or our native place and Abu Dhabi, the capital city of UAE. Now we can see the map of United Arab Emirates, that is the full form of UAE. UAE എന്നുള്ളതിൻ്റെ full form ആണ് United Arab Emirates. That is given in the map. United Arab Emirates. UAEയുടെ ക്യാപിറ്റലായിട്ടുള്ള അബുദാബിയും പിന്നെ നമ്മുടെ നേറ്റീവ് പ്ലേസ് ആയിട്ടുള്ള കേരളവും. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് കൂടാതെ വി വിൽ ലേൺ അബൌട്ട് സം കറൻസീസ്, എസ്പെഷ്യലി ദ കറൻസി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കറൻസിയുടെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ലെസണിൽ. Now we can start our lesson. Today there was lot of activity at Malu's house. In this chapter the main character is Malu. മാലു ആണ് ഈ ലെസണിലെ മെയിൻ ക്യാരക്ടർ. മാലുവിൻ്റെ വീട്ടിൽ ധാരാളം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. എന്താണ്? ചിറ്റപ്പൻ ആൻഡ് ഹിസ് ഫാമിലി. ചിറ്റപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദേഴ്സ് യങ്ങർ ബ്രദർ. നമ്മൾ മലയാളത്തിൽ ചിറ്റപ്പൻ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ. ഫാദറിൻ്റെ ഇളയ ബ്രദറിനെ നമ്മൾ ചിറ്റപ്പൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഹിസ് ഫാമിലി വെയർ കമ്മിങ് ഹോം ആഫ്റ്റർ 5 years. 5 വർഷത്തിന് ശേഷം ചിറ്റപ്പനും ഫാമിലിയും നാട്ടിലേക്ക് വരികയാണ്. 5 years ago, Chittapan had got a job in the capital city of United Arab Emirates. 5 വർഷം മുന്നേ ചിറ്റപ്പന് എന്ത് കിട്ടി? ജോലി കിട്ടി. എവിടെയാണ്? ക്യാപിറ്റൽ സിറ്റി ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കോൾഡ് അബുദാബി. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? അബുദാബി. അബുദാബിയിലാണ് ചിറ്റപ്പന് 5 വർഷമായിട്ട്. 5 വർഷം മുമ്പ് അദ്ദേഹത്തിന് അവിടെ ജോലി കിട്ടിയതാണ്. സിൻസ് ദെൻ ഹി ഹാഡ് ലിവ്ഡ് ദെയർ. ആ 5 വർഷമായിട്ട് അദ്ദേഹം അവിടെ തന്നെയാണ് താമസിക്കുന്നത്. മാലു ആൻഡ് ഹെർ അപ്പ മീൻസ് ഫാദർ വെൻ ടു ദ എയർപോർട്ട് ടു റിസീവ് ദം. അവരെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് മാലുവും ഫാദറും കൂടെ എയർപോർട്ടിൽ പോയിരിക്കുകയാണ്. After the plane landed, the passengers had to wait for some times to collect their luggage. പ്ലെയിൻ ലാൻഡ് ചെയ്തു. പിന്നെയും പാസഞ്ചേഴ്സ് മീൻസ് യാത്രക്കാർ അവരുടെ ലഗേജിന് വേണ്ടി, ബാഗ്സ് ഒക്കെ ഉണ്ട്. ലഗേജ് മീൻസ് ബാഗ്സിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. അല്ലാസ് ചിറ്റപ്പൻ കുഞ്ഞമ്മ ചിറ്റപ്പൻ്റെ വൈഫിനാണ് നമ്മൾ കുഞ്ഞമ്മ എന്ന് പറയുന്നത്. ഫാദേഴ്സ് യങ്ങർ ബ്രദേഴ്സ് വൈഫ്, അതാണ് കുഞ്ഞമ്മ. ആൻഡ് ദെയർ 2 children കുഡ് ബി സീൻ കമ്മിങ് ഔട്ട്. ചിറ്റപ്പനും കുഞ്ഞമ്മയും 2 മക്കളും ഉണ്ട്. അവർ 4 പേരും കൂടെ വരികയാണ്. ഹൗ ബിഗ് ശാന്ത ആൻഡ് ശശി ഹൗ ഗ്രോൺ, അപ്പ സെഡ്. മാലൂസ് ഫാദർ സെഡ് ഹൗ ബിഗ് ശാന്ത ആൻഡ് ശശി ഹൗ ഗ്രോൺ. ദാറ്റ് മീൻസ് ശാന്ത ആൻഡ് ശശി ബോത്ത് ബിക്കം ബിഗ്. കുട്ടികൾ വളർന്ന് വലുതായി. ശാന്തയും ശശിയും ചിറ്റപ്പൻ്റെ മക്കളാണ്. സൂൺ ദ മെനി suitcases and bags were fitted into the taxi and everyone was on the way to Malu's house. പിന്നെന്താ ചെയ്തത്? ഒരു ടാക്സിയിൽ അവർ ലഗേജസ് എല്ലാം കയറ്റി മാളുവിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ശാന്ത, യു must be very tired after your long journey. Appa told me that Abu Dhabi is far from India. ശാന്തയോട് ചോദിക്കുകയാണ്, നീ വളരെ ടയർഡായി കാണും. എന്താ ഇത്ര വലിയൊരു യാത്ര കഴിഞ്ഞല്ലേ?
മൈ ഫാദർ ടോൾ മീ ദാറ്റ് അബുദാബി ഈസ് ഫാർ ഫ്രം ഇന്ത്യ. എൻ്റെ ഫാദർ പറഞ്ഞിരുന്നു അബുദാബി ഇന്ത്യയിൽ നിന്ന് ഒത്തിരി അകലെയാണ്. ബട്ട് what Shanda replied, "We are not tired. Even though it is far, our flight took only 2 hours," said Shanda. Shanda said, No, we are not at all tired. Why? Because aeroplane or flight took only 2 hours to reach here. The plane flies very fast. So fastest means of transport എന്ന് പറയുന്നത് എന്താണ്? യെസ്, എയ്റോപ്ലെയിൻ ആണ് ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. മാലു വാസ് സർപ്രൈസ്ഡ്. ഷീ റിമെമ്പർഡ് ദാറ്റ് വെൻ ഷീ ഹാഡ് ഗോൺ ഓൺ എ സ്കൂൾ ട്രിപ്പ് ടു ചെന്നൈ. മാളുവിന് വളരെ സർപ്രൈസായി, അത്ഭുതം തോന്നി. സർപ്രൈസ് മീൻസ് അത്ഭുതം തോന്നി. ഷീ റിമെമ്പർഡ് ദാറ്റ് വെൻ ഷീ ഹാഡ് ഗോൺ ഓൺ എ സ്കൂൾ ട്രിപ്പ് ടു ചെന്നൈ. Once she went to Chennai, they had spent almost 12 hours in the train. They used train to reach Chennai and they took 12 hours in the train. മാലു ചെന്നൈക്ക് സ്കൂളിൽ നിന്ന് പോയപ്പോൾ 12 മണിക്കൂർ എടുത്തു ചെന്നൈയിലെത്താൻ. ആൻഡ് ഓൺ ദ മാപ്പ് കൊച്ചി ആൻഡ് ചെന്നൈ സീംഡ് ക്വൈറ്റ് നിയർ. പക്ഷെ മാപ്പിൽ നോക്കിയാൽ കൊച്ചിയും ചെന്നൈയും വളരെ അടുത്താണ്. ബട്ട് വാട്ട് അബൌട്ട് അബുദാബി? അബുദാബി ഒരു ഫോറിൻ കൺട്രിയാണ്, ഇന്ത്യക്ക് വെളിയിലാണ്. പക്ഷേ മാളുവിന് അത്ഭുതം തോന്നി, ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു സ്ഥലത്ത് നിന്നും 2 മണിക്കൂർ കൊണ്ട് അവർ കേരളത്തിലെത്തി. മാലു, ശാന്ത ആൻഡ് ശശി ചാറ്റ് മീൻസ് ടോക്ഡ് ഓൾ ദ വേ ഹോം ഫ്രം ദ എയർപോർട്ട്. എയർപോർട്ടിൽ നിന്ന് വീട് വരെ അവർ 3 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ്? മാലു, ശാന്ത ആൻഡ് ശശി. മാലു റിമെമ്പേർഡ് ഹൗ മച്ച് ഫൺ ഷീ ഹാഡ് ഓൺ ഹെർ സ്കൂൾ ട്രിപ്സ്. അവൾ ഓർത്തു സ്കൂൾ ട്രിപ്പ് പോയപ്പോൾ എന്ത് രസമായിരുന്നു എന്ന്. ഷീ വാണ്ടഡ് ശാന്ത ടു ടെൽ ദം ഓൾ അബൌട്ട് ഹെർ ട്രിപ്പ് ഫ്രം അബുദാബി. അന്നേരം ഈ ട്രിപ്പിനെ കുറിച്ചൊക്കെ എന്താണ് അവൾക്ക് പറയാൻ ഭയങ്കര കൊതിയായി, ശാന്തയോട് ഷെയർ ചെയ്യാൻ. അതുപോലെ ശാന്ത അബുദാബിയിൽ നിന്ന് വന്നതല്ലേ, അപ്പം ശാന്തയുടെ ട്രിപ്പിനെ കുറിച്ച് അറിയാൻ അവൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ട്. നെക്സ്റ്റ്, ഡസ്റ്റ് ഓൾ എറൗണ്ട്. Did you see many interesting things from the plane? asked Malu. മാലു ചോദിക്കുകയാണ്, നീ പ്ലെയിനിൽ ഇരുന്നപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സീനറി കണ്ടോ, എന്തെങ്കിലും കണ്ടോ, ഇൻട്രസ്റ്റിംഗ് തിങ്സ്, വളരെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടോ? മോസ്റ്റ് ഓഫ് ദ ടൈം വി സോ ഓൺലി ക്ലൗഡ്സ് ബിക്കോസ് ദ പ്ലെയിൻ വാസ് ഫ്ലൈയിങ് സോ ഹൈ. എന്താ ശാന്ത പറയുന്നത്? നത്തിങ്, ഓൺലി സം ക്ലൗഡ്സ്. ഞങ്ങൾ ആകെ എന്താ കാണുന്നത്? ക്ലൗഡ്സ്. എന്താ? ബിക്കോസ് ദ പ്ലെയിൻ ഈസ് ഫ്ലൈയിങ് സോ ഹൈ, ഈവൻ ഹയർ ദാൻ ദ ക്ലൗഡ്സ്, സെഡ് ശാന്ത. ക്ലൗഡ്സിനേക്കാളും, മേഘത്തെക്കാളിലും ഉയരത്തിലാണ് ആരെ സഞ്ചരിക്കുന്നത്? ഫ്ലൈറ്റ്. സോ വി ക്യാൻ സീ ദ ക്ലൗഡ്സ്. ബട്ട് ബിഫോർ ഇറ്റ് വെൻറ്റ് സോ ഹൈ, അത്ര മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് വി കുഡ് സീ ദാറ്റ് വി വെയർ ഫ്ലൈയിങ് ഓവർ സാൻഡി ഏരിയാസ്. ഞങ്ങളിങ്ങനെ മണ്ണിൻ്റെ ഭാഗങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് വാസ് സാൻഡ് ബട്ട് ദ കളർ ഓഫ് ദ സാൻഡ് കെപ്റ്റ് ചേഞ്ചിങ്. മുകളിലോട്ട് പോവാം, അതെ, താണ പറഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ ഭൂമിയിൽ കാണുന്ന സാൻഡിൻ്റെ നിറം വ്യത്യാസം വരുന്നു. ഈ സാൻഡിൻ്റെ നിറം എന്ന് പറയാൻ കാര്യം എന്തോ? ബിക്കോസ് അബുദാബി ഈസ് എ ഡെസേർട്ട് ഏരിയ. അപ്പോൾ അവിടെ എന്താ കൂടുതലുള്ളത്? സാൻഡാണ്. അപ്പം ഫ്ലൈറ്റ് മുകളിലേക്ക് പോകുമ്പോൾ സാൻഡിൻ്റെ കളറ് വൈറ്റ്, ബ്രൗൺ, യെല്ലോ, റെഡ്, ബ്ലാക്ക്. മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താവും? ബ്ലാക്ക് കളറാവും. സാൻഡിൻ്റെ കളർ മാറുന്നതാണോ? അല്ല. എന്താ പിന്നെ? നമ്മൾ കൂടുതൽ ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് നമുക്ക് തോന്നുകയാണ്, അല്ലാതെ സാൻഡ് ബ്ലാക്ക് ആവുകയല്ല. വി സോ മൗണ്ടൻസ് മെയ്ഡ് ഓൺലി സാൻഡ് കൊണ്ടുള്ള വലിയ മൗണ്ടൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദേ ആർ കോൾഡ് സാൻഡ് ഡ്യൂൺസ്. വലിയ സാൻഡുകളുടെ മൗണ്ടന് പറയുന്ന പേരെന്താണ്? സാൻഡ് ഡ്യൂൺസ്. ആഡഡ് ശശി.
I have seen sand only at the seashore, said Malu. Malu is the native of Kerala. So she only saw some sands near the seashore. ആകെ മാളു എവിടെയാണ് സാൻഡ് കണ്ടിട്ടുള്ളത്? കടൽ തീരത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ദെൻ യു ഷുഡ് കം ടു വിസിറ്റ് അസ്, ചിറ്റപ്പൻ പറയണ എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അബുദാബിക്ക് വന്നാൽ മതി. എന്ത് കാണാം? സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ സാൻഡ് ഇങ്ങനെ കുന്നായിട്ട് വലിയ മലയായിട്ട് കൂടി കിടക്കുന്നതിനാണ് നമ്മൾ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ദ കൺട്രീസ് അറൗണ്ട് അബുദാബി ആർ ലൊക്കേറ്റഡ് ഇൻ ഡെസേർട്ട് ഏരിയ. അബുദാബി എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് ഏരിയ. ഈവൻ ഇഫ് വൺ ഡ്രൈവ്സ് എ ലിറ്റിൽ അവേ ഫ്രം ദ സിറ്റി വൺ ക്യാൻ സീ മൈൽസ് ആൻഡ് മൈൽസ് ഓഫ് സാൻഡ്. നോ ട്രീസ്, നോ ഗ്രീനറി, ജസ്റ്റ് സാൻഡ്. നമ്മൾ എത്ര ദൂരം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയാലും ഒരു ട്രീയുമില്ല, ഒരു ഗ്രീനറി. ഗ്രീനറി എന്ന് പറഞ്ഞാൽ പച്ചപ്പ്. നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിയാലും നല്ല പച്ച നിറമല്ലേ, അതൊന്നുമില്ല. പിന്നെ എന്താ അവിടെ ഉള്ളത്? ജസ്റ്റ് സാൻഡ്, മണൽ മാത്രം. I used to dream of the thick greenery and cool water around our home in Kerala, said കുഞ്ഞമ്മ. കുഞ്ഞമ്മ പറയാണ്, I used to dream of thick greenery. ഞാൻ ഇവിടുത്തെ കേരളത്തിലെ തിക്കായിട്ടുള്ള നല്ല കടുപ്പത്തിലുള്ള, അതായത് അടുപ്പിച്ചടുപ്പിച്ച് ട്രീസ് അല്ലേ, അതുകൊണ്ടാണ് തിക്ക് ഗ്രീനറി എന്ന് പറയുന്നത്. പച്ചപ്പും നല്ല കൂൾ വാട്ടറും ഒക്കെ ഡ്രീം ചെയ്യുകയാണ്. എന്താ കാര്യം? സ്വപ്നം കാണുക. I am so happy to see all this after such a long time. ഇത്ര നാളത്തിന് ശേഷം ഇതൊക്കെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആരാ പറഞ്ഞേ? കുഞ്ഞമ്മ, ചിറ്റപ്പൻ്റെ വൈഫ്. The children have almost forgotten how it feels when it rains. കുഞ്ഞുങ്ങൾക്ക് അറിയത്തുപോലുമില്ല മഴ എങ്ങനെയാണെന്ന്. You know it almost never rains in desert area. ഡെസേർട്ട് ഏരിയയിൽ മഴ എങ്ങനെ പെയ്യാറേയില്ല, said ചിറ്റപ്പൻ. ചിറ്റപ്പൻ പറയാണ്, കുഞ്ഞുങ്ങൾക്കൊന്നും മഴ എന്താണെന്ന് പോലും അറിയില്ല. കാരണം എന്താണ്? അബുദാബിയിൽ മഴയില്ല. വാട്ട് ഈസ് റിയലി വെരി പ്രഷ്യസ് ഓവർ ദെയർ. അവിടെ എന്താണ്? വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ്. പ്രഷ്യസ് മീൻസ് വെരി വാല്യുബിൾ. വെരി വാല്യുബിൾ, നല്ല വിലയുള്ളതാണ്. No rain, no rivers, no lakes, no ponds. Even below the ground there is no water. റിവേഴ്സ് ഇല്ല, ലേക്സ് ഇല്ല, പോൺസ് ഇല്ല, ഈവൻ അണ്ടർ വാട്ടർ പോലും ഇല്ല. നമ്മൾ കിണർ കുഴിക്കുന്നത് ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് അല്ലേ? ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് നമ്മൾ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. ബട്ട് ആഡഡ് ശശി, ദർ ഈസ് ലോട്ട് ഓഫ് ഓയിൽ അണ്ടർ ദ സാൻഡി സോയിൽ. ആ മണലില്ലേ, മണലിനടിയിൽ ഇഷ്ടം പോലെ ഓയിലുണ്ട്, എണ്ണയാണ്. അവിടെ കുഴിച്ചപ്പോൾ എന്താണ്? വെള്ളമില്ല, പകരം എന്താ ഉള്ളത്? ഓയിൽ. സോ പെട്രോൾ ഈസ് ഈസിലി അവൈലബിൾ ഇൻ ദീസ് കൺട്രീസ്. ഇവിടെ എന്താ പിന്നെ കിട്ടുന്നത്? പെട്രോളാണ്. ഇഷ്ടംപോലെ പെട്രോളുണ്ട്. ഇൻഫാക്ട് പെട്രോൾ ഈസ് ചീപ്പർ ദാൻ വാട്ടർ, സെറ്റ് ചിറ്റപ്പൻ. ചിറ്റപ്പൻ പറയാണ്, അവിടെ വെള്ളത്തിനേക്കാട്ടി വിലക്കുറവ് എന്തിനാണ്? പെട്രോളിനാണ്. ബൈ ദിസ് ടൈം ദ ടാക്സി ഹാഡ് റീച്ച്ഡ് മാലൂസ് ഹൗസ്. ഈ സമയത്തിനുള്ളിൽ തന്നെ ടാക്സി മാളുവിൻ്റെ വീട്ടിലെത്തി. ശാന്ത ആൻഡ് ശശി were surprised to see so many fruit trees, coconuts. ശാന്തയും ശശിയും വന്നപ്പോൾ നോക്കിയപ്പോൾ എന്താ? അവിടെ എല്ലാം ഇഷ്ടം പോലെ ട്രീസ്, ഫ്രൂട്ട് ട്രീസ്. എന്തൊക്കെയാണ്? കോക്കനട്ട്, ബനാന, ജാക്ക് ഫ്രൂട്ട്, പപ്പായ, ബീറ്റൽ നട്ട് എല്ലാം ഉണ്ട്. എന്തൊക്കെയുള്ളത്? കോക്കനട്ട് ഉണ്ട്, തെങ്ങുണ്ട്, ബനാന, വാഴ, ജാക്ക് ഫ്രൂട്ട്, പ്ലാവ്, പപ്പായ. നമ്മൾ സാധാരണ പറയുന്ന പപ്പായ. യെസ്. ബീറ്റൽ നട്ട്. ബീറ്റൽ നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? കവുങ്ങ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ കവുങ്ങിലുണ്ടാകുന്ന നട്ട്സാണിത്. സോ മെനി കൈൻഡ്സ് ഓഫ് ട്രീസ്. ഇതെല്ലാം കണ്ട് ശശിക്ക് വലിയ സന്തോഷം. ശശി സെഡ്, വി യൂസ് ടു സീ ഓൺലി വൺ കൈൻഡ് ഓഫ് ട്രീ ദെയർ. ഞങ്ങളവിടെ ആകെ ഒരു ട്രീയെ കാണുന്നുള്ളൂ. ദ ഡേറ്റ് പാംസ്. എന്താണ് ആ ട്രീയുടെ പേര്? എന്താ അതിൻ്റെ പേര്? ഡേറ്റ് പാം. ഉണ്ടോ? ഡേറ്റ് പാമിൻ്റെ പിക്ചറായത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഓൺലി വൺ ദാറ്റ് ക്യാൻ ഗ്രോ ഇൻ ദ ഡെസേർട്ട്. ഡെസേർട്ടിൽ വളരുന്ന ഒരേ ഒരു ട്രീ ഏതാണ്? ഡേറ്റ് പാമാണ്. ദ ഡേറ്റ് ഈസ് മോസ്റ്റ് കോമൺ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രൂട്ട് ഏതാണ്?
ഡേറ്റ്സ് ആണ്. നൈസ് ഗിഫ്റ്റ് ആൻഡ് ഫോട്ടോഗ്രാഫ്. After they had met everyone, കുഞ്ഞമ്മ unpacked their bags. They had brought gift for everyone. ഇവരെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ എന്ത് ചെയ്തു? അവരുടെ ബാഗെല്ലാം തുറന്ന് ഗിഫ്റ്റ് അവർക്ക് കൊടുത്തു എല്ലാവർക്കും. They gave dates for everyone to eat. എല്ലാവർക്കും ഡേറ്റ്സ് കൊടുത്തു. The dates were very sweet and tasty. നല്ല സ്വീറ്റും ടേസ്റ്റും. ഡേറ്റ്സ് നമ്മൾ മലയാളത്തിൽ ഈന്തപ്പഴം എന്ന് പറയും. ശശി ഷോഡ് മാലു സം നോട്ട്സ് ആൻഡ് കോയിൻസ്. ശശി മാലുവിനെ കുറേ നോട്ട്സ് മീൻസ് കറൻസിയും കോയിൻസും ഒക്കെ കാണിച്ചു. ശാന്ത എക്സ്പ്ലെയിൻ ദാറ്റ് ദ മണി ദേ യൂസ്ഡ് ഇൻ അബുദാബി വാസ് ഡിഫറെൻറ്റ് ആൻഡ് വാസ് കോൾഡ് ദിർഹം. അതുപോലെ അബുദാബിയിലുള്ള കറൻസിക്ക് പറയുന്ന പേര് ദിർഹം എന്നാണ്. ഒരു ദിർഹം എന്ന് പറയുന്നത്. ഇന്ത്യൻ കറൻസിക്ക് പറയുന്നത് ഇന്ത്യൻ റുപ്പി എന്നാണ്. ഇറ്റ് ഹാഡ് സം റൈറ്റിംഗ് ഇൻ ദെയർ ലോക്കൽ ലാംഗ്വേജ് അറബിക്. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജായ അറബിയിലാണ് ആ കറൻസിയുടെ മുകളിലും കോയിൻ്റെ മുകളിലും ഒക്കെ എഴുതിയിരിക്കുന്നത്. ദേ ഓൾസോ ഷോഡ് മെനി ഫോട്ടോഗ്രാഫ്സ് ഓഫ് പ്ലേസസ് വെയർ ദേ ലിവ്ഡ്. അവർ താമസിക്കുന്ന സ്ഥലത്തെ പല ഫോട്ടോഗ്രാഫും മാളുവിനെ അവർ കാണിച്ചു. ചിറ്റപ്പൻ ഗവ് മാളു എ ഗ്ലോബ് ഒരു വലിയ ഗ്ലോബ് അറിയാമല്ലോ എന്നാണ് ഇത്. ഗ്ലോബ് കാണിച്ചു. മാളു വൈ ഡോണ്ട് യു ലൊക്കേറ്റ് അബുദാബി ഓൺ ദിസ്. ഇതിനകത്തുനിന്ന് അബുദാബി കാണിക്കാൻ മാളുവിനൊരു ജോലി കൊടുക്കുകയാണ്. ലൊക്കേറ്റ് ദ കേരള ഓൾസോ. കേരളവും കണ്ടുപിടിക്കുക. ദ ചിൽഡ്രൻ എൻജോയ്ഡ് പ്ലേയിങ് വിത്ത് ദ ഗ്ലോബ് ആൻഡ് ലുക്കിംഗ് ഫോർ ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ ദ ഗ്ലോബ്. അവർ ഗ്ലോബിൽ നോക്കി പല സ്ഥലങ്ങളും അങ്ങനെ കണ്ടുപിടിച്ചു. മാളു ഫൗണ്ട് ചെന്നൈ ആൻഡ് കൊച്ചി ഓൾസോ. മാളു അതിനകത്തുനിന്ന് ചെന്നൈയും കൊച്ചിയും എല്ലാം ഗ്ലോബിനകത്തുനിന്ന് കണ്ടുപിടിച്ചു. ഇൻ ദ ഈവനിങ് എവരി വൺ സാറ്റ് ഇൻ ദ വരാന്ത എൻജോയിങ് ദ ബ്രീസ് ആൻഡ് ലുക്കിംഗ് അറ്റ് ദ ഫോട്ടോഗ്രാഫ്. എല്ലാവരും ഈവനിങ് ആയപ്പോൾ വരാന്തയിലിരുന്ന് ഫോട്ടോഗ്രാഫൊക്കെ കാണുകയാണ്. ബ്രീസ് ഈസ് സ്മോൾ വിൻഡ്. ചെറിയ തണുത്ത കാറ്റൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. ദേ സോ ദാറ്റ് ഇൻ അബുദാബി ദ ബിൽഡിങ്സ് വെയർ ടോൾ വിത്ത് മെനി സ്റ്റോറീസ് ആൻഡ് ബിഗ് ഗ്ലാസ് വിൻഡോസ്. അബുദാബിയിലെ ബിൽഡിങ്ങൊക്കെ മെനി സ്റ്റോറീസ്, അത് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ് നമ്മൾ പഠിച്ചതാണത്. മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങും ബിഗ് ഗ്ലാസസ് വിൻഡോസാണ്. കാര്യം പുറഭാഗം കാണാൻ വേണ്ടിയിട്ട് വലിയ ഗ്ലാസ് വിൻഡോസുമാണ് ഉപയോഗിക്കുന്നത്. മാലു സെഡ് യു മസ്റ്റ് ബി ഗെറ്റിംഗ് നൈസ് കൂൾ ബ്രീസ് ത്രൂ ദ ബിഗ് വിൻഡോസ്. ഈ വലിയ വിൻഡോസിലൂടെ നിങ്ങൾക്ക് നല്ല കാറ്റ് കിട്ടുമായിരിക്കും. ചിറ്റപ്പൻ സെഡ് വി കനോട്ട് ഓപ്പൺ ദ വിൻഡോ ബിക്കോസ് ഓഫ് ദ ഹീറ്റ്. ഞങ്ങളൊന്നും തുറക്കാറില്ല. എന്താ കാര്യം? ബിക്കോസ് ഓഫ് ദ ഹീറ്റ്. ഇറ്റ് ഈസ് എ ഡെസേർട്ട് ഏരിയ. സോ അവിടെ സാധാരണ എന്താ ഉള്ളത്? ഡെസേർട്ട് ഏരിയ ആകുമ്പോൾ ഹീറ്റാണ്. ഇറ്റ് ഈസ് എയർ കണ്ടീഷൻസ് ഇൻസൈഡ്. റൂമുകളിലെല്ലാം എയർ കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനലൊന്നും തുറക്കാറേ ഇല്ല. where everyone stays. As the weather is very hot, people wear loose cotton cloth and keep themselves fully covered. അതുപോലെ തന്നെ അവർ ധരിക്കുന്ന ഡ്രസ്സ് കോട്ടൺ ക്ലോത്ത്സ് ആണ്. അതുപോലെ ലൂസ്ലി ആയിട്ട്, അതായത് നല്ല അയവുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അതുപോലെ ഫുള്ളി കവേർഡായിട്ട് ശരീരം മൊത്തം മറയുന്ന തരത്തിലാണ് ഇടുന്നത്. ഈവൻ ദ ഹെഡ് ഈസ് കവേർഡ്. തല ഉൾപ്പെടെയാണ് കവർ ചെയ്യുന്നത്. ദിസ് പ്രൊട്ടക്ട് ദം ഫ്രം ദ സ്ട്രോങ് സൺ. ഭയങ്കര ഹീറ്റല്ലേ, സ്ട്രോങ് സണ്ണിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. മാലു എൻജോയ് ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ അതർ കൺട്രീസ് ഫ്രം ഹെർ കസിൻസ്. മാലു ഇതൊക്കെ കണ്ടിട്ട് അവിടെ കസിൻസിനോട് ചോദിച്ച് മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. ഷീ കോൺസ്റ്റൻ്റ്ലി കെപ്റ്റ് കമ്പയറിങ് ഹെർ സിറ്റി വിത്ത് ദ തിങ്സ് ദാറ്റ് ദേ ഡിസ്ക്രൈബ്ഡ് അബൌട്ട് അബുദാബി. അബുദാബിയുമായിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ താമസിക്കുന്നിടം കമ്പയർ ചെയ്യാൻ തുടങ്ങി. കമ്പയർ മീൻസ് താരതമ്യം ചെയ്യുക. ഷീ ഡിസൈഡഡ് ദാറ്റ് ഷീ വുഡ് മേക്ക് എ പ്രൊജക്ട് റിപ്പോർട്ട് അബൌട്ട് അബുദാബി ഫോർ ഹെർ ക്ലാസ്. അവിടെ ക്ലാസ്സിലേക്ക് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അബുദാബിയെ ബേസ് ചെയ്ത് ചെയ്യാമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ഡിസ്കസ് ആൻഡ് റൈറ്റ്.
യു ക്യാൻ ഓൾസോ മേക്ക് എ സ്മോൾ റിപ്പോർട്ട് കമ്പയറിങ് അബുദാബി വിത്ത് ദ പ്ലേസ് വെയർ യു ലിവ്. നിങ്ങൾ താമസിക്കുന്നുണ്ടോ അബുദാബിയുമായിട്ട് നിങ്ങൾക്കും കമ്പയർ ചെയ്യാം. യു ക്യാൻ യൂസ് സം ഓഫ് ദ പോയിൻറ്റ്സ് മെൻഷൻഡ് ബിലോ വൈൽ റൈറ്റിംഗ് ദ റിപ്പോർട്ട്. നിങ്ങൾ റിപ്പോർട്ട് എഴുതുമ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എഴുതി ചേർക്കാം. യു ക്യാൻ ഓൾസോ ഡ്രോ പിക്ചേഴ്സ് ഓർ പുട്ട് ഫോട്ടോഗ്രാഫ്. നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒട്ടിക്കാം, ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാം. എന്തൊക്കെയാണ് നോക്കേണ്ടത്? ദ ക്ലൈമറ്റ് ആൻഡ് വെതർ. ഇവിടുത്തെയും അവിടുത്തെയും കാലാവസ്ഥ തമ്മിലുള്ള വ്യത്യാസം. അബുദാബിയിൽ നമ്മൾ പഠിച്ചു ഡെസേർട്ട് ഏരിയ ആണ്. The climate is very hot. What about Kerala? Kerala has moderate climate എന്ന് പറയുന്നത്. അതായത് നല്ല ക്ലൈമറ്റ്, ഒത്തിരി ചൂടുമില്ല ഒത്തിരി തണുപ്പുമില്ല. വാട്ട് പീപ്പിൾ വിയർ, നമ്മൾ ധരിക്കുന്ന വിയർ ഓൾസോ യൂസ് കോട്ടൺ ക്ലോത്ത്സ്. അല്ലെ, കോട്ടൺ ക്ലോത്ത്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്, അതാണ് ധരിക്കേണ്ടത്. വാട്ട് അബൌട്ട് ട്രീസ് ആൻഡ് പ്ലാന്റ്സ്? ട്രീസും പ്ലാന്റ്സും ഒക്കെ ഇവിടെ ധാരാളമുണ്ട്, കേരളത്തിൽ ധാരാളമുണ്ട്. പക്ഷെ അബുദാബിയിലോ നോ, അല്ലേ, ട്രീസും ഗ്രീനറിയും ഒന്നും ഇല്ല. ദ കൈൻഡ്സ് ഓഫ് ബിൽഡിംഗ് ഇൻ അബുദാബി ദർ ആർ ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സ്. മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ആണുള്ളത്. ഇവിടെയോ അങ്ങനെയല്ല, അല്ലേ, മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഒക്കെ വളരെ കുറവാണ്, ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. ദ ട്രാഫിക് ഓൺ ദ റോഡ്, കൈൻഡ്സ് ഓഫ് ദ വെഹിക്കിൾസ്. റോഡിൻ്റെ ട്രാഫിക്കും റോഡ് തന്നെ ഉണ്ടല്ലേ ഡിഫറെൻ്റ് അല്ലേ, നമ്മുടെ റോഡും അവരുടെ റോഡും തമ്മിൽ വളരെ വ്യത്യാസമാണ്. നമ്മുടേത് മൊത്തം കുണ്ടും കുഴിയുമായിരിക്കും, ബട്ട് അവരുടേതൊക്കെ റബ്ബറൈസ്ഡ് ടാറിങ് ചെയ്ത് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള റോഡ്. അതുപോലെ ട്രാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഡിഫറെൻ്റ് വെഹിക്കിൾസിന്, അതായത് ചെറിയ വെഹിക്കിളിന് വലിയ വെഹിക്കിളിന് സ്പീഡ് കൂടുന്ന ട്രാക്ക്, അങ്ങനെയെല്ലാം ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. ദ കോമൺ ഫുഡ് ഐറ്റംസ്, വീറ്റ്, ഗോതമ്പ് അവരും കഴിക്കുന്ന കേട്ടോ, റൈസും ബസ്മതി റൈസൊക്കെ അബുദാബി ഫോറിൻ കൺട്രീസ് ആൾക്കാരും ഉപയോഗിക്കുന്നതാണ്. വീറ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫുഡാണ്, ഗോതമ്പ്. എൻ്റെ ലാംഗ്വേജ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളും യൂസ് ചെയ്യുന്നുണ്ട്. അതർവൈസ് ലോക്കൽ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. അവർ ഉപയോഗിക്കുന്ന അറബിയാണ്, നമ്മൾ മലയാളമാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദർ ആർ 2 questions. Why do you think many trees cannot grow in desert area? ഡെസേർട്ട് ഏരിയയിൽ അധികം ട്രീസ് വളരാതിരിക്കാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ. ബിക്കോസ് ഓഫ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ, അതായത് വെള്ളമില്ലാത്ത അവസ്ഥയ്ക്കാണ് സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദ സ്കേഴ്സിറ്റി ഓഫ് വാട്ടറാണ് ഡെസേർട്ട് ഏരിയയിൽ ട്രീസ് ഇല്ലാതിരിക്കാൻ കാര്യം. ഡു യു ഹാവ് എനി റിലേറ്റീവ് ഹൂ ലിവ് ഇൻ അനദർ കൺട്രി? നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വേറെ രാജ്യത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം യെസ്, അതർവൈസ് യു ക്യാൻ റൈറ്റ് നോ. ഇനി നമുക്ക് കുറച്ച് ഡിഫറൻസ് നോക്കാം അബുദാബിയുടെയും കേരളത്തിനും. വളരെ കുറച്ചേ ഉള്ളൂ, നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്ത് ഉള്ളൊരു കുറച്ച് ഡിഫറൻസ്. വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീസ്. കേരളത്തിൻ്റെ കാര്യം പറയുന്നത്, കേരളത്തിലാണ് ധാരാളം ട്രീസ് ഉണ്ട്. ഒൺലി ഡേറ്റ്സ് ക്യാൻ ബി ഗ്രോൺ. ഡേറ്റ് പാം മാത്രമേ അവിടെ ഉള്ളൂ. വി ക്യാൻ സി ഗ്രീനറി ഓൾ അറൗണ്ട്. എല്ലായിടത്തും നല്ല പച്ചിപ്പാണുള്ളത്. അവിടെ ഒൺലി സാൻഡ് ഡ്യൂൺസ്, വലിയ മണ്ണ് കൂനൽ മാത്രമേ ഉള്ളൂ. വി ഹാവ് ലോട്ട് ഓഫ് വാട്ടർ ബോഡീസ്. ഹെവി റെയിൻഫോൾ ഉണ്ട്, ഇഷ്ടം പോലെ വാട്ടർ ബോഡിയുണ്ട്. ഇവിടെ ആണെങ്കിലോ നോ റെയിൻ അറ്റ് ഓൾ. വളരെ യാദൃച്ഛികമായിട്ടെങ്ങാണ് ഒരു മഴ പെയ്തതായി. ആൻഡ് 4th one, ഓയിൽ ഈസ് കോസ്റ്റ്ലി. നമുക്ക് പെട്രോളിയം വളരെ കോസ്റ്റ്ലിയാണ്. ഇവിടെയോ അബുദാബിയിലോ ഓയിൽ ഈസ് ചീപ്പ് ബട്ട് വാട്ടർ ഈസ് വെരി എക്സ്പെൻസീവ്. നെക്സ്റ്റ്, how long have they lived there? Did they go there for studies or for work? Was there any other reason? നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര നാളായി അവരോട് താമസിക്കുന്നു? അവരെന്തിനാണ് പോയത്? ജോലിക്കായിട്ടാണോ
പഠിക്കാനായിട്ടാണോ ആ റീസണൊക്കെ എഴുതാം. ലുക്ക് അറ്റ് ദീസ് കറൻസി നോട്ട്സ്. കുറേ കറൻസി നോട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ വാല്യൂ ഓഫ് ഈച്ച് നോട്ട്. ഇത് എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, 5 റുപ്പി നോട്ട്. അപ്പോൾ ഈ ബോക്സിനകത്ത് 5 എന്ന് എഴുതാം കേട്ടോ. നെക്സ്റ്റ്, ദിസ് ഈസ് 10 റുപ്പി നോട്ട്, ദിസ് ഈസ് 100, ദിസ് ഈസ് 500. ഓക്കെ. നെക്സ്റ്റ്, ടു വിച്ച് കൺട്രി ഡസ് ദിസ് കറൻസി ബിലോങ്? ഇത് ഏത് കൺട്രിയുടെ കറൻസിയാണ്? യെസ്, ഇന്ത്യ. ഇന്ത്യയുടെ കറൻസിയാണ് അല്ലേ, ഇന്ത്യയുടെ കറൻസിയാണ്. ഹൗ ഡിഡ് യു നോ? എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഉണ്ടോ, ഇതൊരു കറൻസിയാണ് ഇന്ത്യയുടെ. ഓക്കെ, ഇത് എഴുതിയേക്കുന്നതുണ്ടോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കറൻസി. ആൻഡ് ഹൂസ് പിക്ചർ ക്യാൻ യു സീ ഓൺ ദ നോട്ട്? ആ നോട്ടിൽ നമ്മൾ ആരുടെ പേരാണ് എഴുതിയേക്കുന്നത്? യെസ്, മഹാത്മാഗാന്ധി അല്ലേ, ഫാദർ ഓഫ് നേഷൻ. മഹാത്മാഗാന്ധിയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ക്യാൻ യു ഫൈൻഡ് എനി നമ്പർ ഓൺ ദ നോട്ട് അതർ ദാൻ ദ വാല്യൂ? വിലയല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് ആ നോട്ടിനകത്തൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, ഉണ്ടോന്ന്. ഇത് വിലയല്ലേ, 100 രൂപയുടെ നോട്ടാണ്. ഇവിടെ ഒരു നമ്പർ കണ്ടോ? ഇതിന് പറയുന്ന പേരെന്താണെന്നറിയാമോ? സീരിയൽ നമ്പർ. അപ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും? വി ക്യാൻ സീ സീരിയൽ നമ്പർ ഓഫ് ദാറ്റ് നോട്ട്. ആ നോട്ടിൻ്റെ സീരിയൽ നമ്പർ നമുക്ക് കാണാൻ പറ്റും. ഡു യു തിങ്ക് ദാറ്റ് 2 നോട്ട്സ് ക്യാൻ ഹാവ് സെയിം നമ്പർ? ഈ നമ്പർ സെയിം ഉള്ള 2 നോട്ട് ഉണ്ടാവുമോ? ഇല്ല, നോ. ഒരു സീരിയൽ നമ്പറുള്ള ഒരു നോട്ടേ ഉണ്ടാവത്തുള്ളൂ. ആൻഡ് ടേക്ക് എ 10 റുപ്പി നോട്ട് ആൻഡ് ഒബ്സർവ് ഇറ്റ് കെയർഫുള്ളി. ഹൗ മെനി ലാംഗ്വേജസ് ക്യാൻ യു സീ ഓൺ ദാറ്റ് നോട്ട്? ഒരു 10 റുപ്പി നോട്ട് എടുത്തിട്ട് അതിലെത്ര ലാംഗ്വേജസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ഇവിടെ ഒരു 10 റുപ്പി നോട്ടിൻ്റെ ലാംഗ്വേജ് കൊടുത്തിരിക്കുന്ന പിക്ചറാണ്. ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, ബട്ട് 15 ലാംഗ്വേജസ് ആണ്. 15 നിങ്ങൾക്ക് ഒരു 10 റുപ്പി നോട്ട് കിട്ടുവാണെങ്കിൽ അതെടുത്ത് നോക്കിയാൽ മതി. ഇതുപോലെ ബാക്ക് സൈഡ് ഈ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും 15 ലാംഗ്വേജസിൽ 10 റുപ്പി എന്ന് എഴുതിയിട്ടുണ്ടാവും. 10 രൂപ എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും. സോ 15 ലാംഗ്വേജസ് ഉണ്ട്. മനസ്സിലായോ? റൈറ്റ് ദ നെയിം ഓഫ് ദ ബ്ലാങ്ക് ഗിവൺ ഓൺ ദ നോട്ട്. ആ ബാങ്ക്, ഏത് ബാങ്കാണ് ആ നോട്ട് തരുന്നത് എന്നും തന്നിട്ടുണ്ട്. ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമുക്ക് നോട്ട് തരുന്നത്. മാച്ച് കോയിൻസ്, മാച്ച് ചെയ്യാനാണ്. കോയിൻസ് മാച്ച് ചെയ്യാനാണ്. 1 റുപ്പി നോക്കിയേ, ഇവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, മറ്റേ സൈഡ് ഇവിടെയും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മാച്ച് ചെയ്യാം. ഇത് 50 പൈസ ആണ്, 1 റുപ്പി. ദെൻ ദിസ് 5 റുപ്പി കോയിൻ ആണ്, ദെൻ 2 റുപ്പി. മാച്ച് ചെയ്യാം. ഹൗ മെനി ഓഫ് ദീസ് കോയിൻസ് ഡു യു റെക്കഗ്നൈസ്? ഏതൊക്കെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തു എന്ന്, തിരിച്ചറിഞ്ഞു എന്ന്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് കണ്ടാൽ നമുക്ക് പാടാം അല്ലേ മനസ്സിലാക്കാൻ. വാട്ട് ഈസ് റിട്ടൺ ഓൺ ഈച്ച് കോയിൻ അതർ ദാൻ വാല്യൂ? വിലയല്ലാതെ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? യെസ്, ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് കോയിനേൽ അല്ലേ. അതുപോലെ കോയിൻ എന്ന് ചിലതിനകത്ത് നോക്കി, പ്രത്യേകം നോക്കാം. ഇതിനകത്ത് എന്താ, നിങ്ങളൊരു കോയിൻ കിട്ടിയാൽ നോക്കണം അതിനകത്ത് വാല്യൂ അല്ലാതെ ഇന്ത്യ എന്ന് എഴുതിയേക്കുന്നത് എവിടെയാണെന്ന് കേട്ടോ. ലുക്ക് അറ്റ് ദീസ് നോട്ട്സ്. ഡു ദേ ഓൾ ബിലോങ്സ് ടു ഇന്ത്യ? Put a circle around the notes that are not Indian. Find out which country do you belong. ഈ കൊടുത്തിരിക്കുന്ന നോട്ട്സ് എല്ലാം ഇന്ത്യയുടെ ആണോ, ഇന്ത്യയുടെ ആണോ അല്ലയോ എന്ന് നിങ്ങൾ നോക്കണം. ആൻഡ്
ഇന്ത്യയിലുള്ളത് പുട്ട് എ സർക്കിൾ അറൗണ്ട് ദ നോട്ട്സ് ദാറ്റ് ആർ നോട്ട് ഇന്ത്യൻ. ഇന്ത്യൻ അല്ലാത്തത് നിങ്ങളൊരു സർക്കിൾ ചെയ്യാം. ഫൈൻഡ് ഔട്ട് വിച്ച് കൺട്രി, ഏത് കൺട്രി ആണെന്നും കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഏതാണെന്നറിയാമോ? ദിസ് വൺ. ഇത് ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ട് നിങ്ങൾ ആ സൈഡിലോട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇംഗ്ലണ്ട്. സെക്കൻഡ് വൺ, യെസ്, ഇന്ത്യ. തേർഡ് വൺ USA ആണ്. USA അതിൽ തന്നെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. USA. ഇൻ നെക്സ്റ്റ് വൺ ഇതോ, ദാറ്റ്സ് ഓൾസോ USA. ദിസ് ഈസ് ഒമാൻ. OMAN. ആൻഡ് നെക്സ്റ്റ് ദിസ് വൺ, യെസ്, ഇന്ത്യ. ഇതോ ചൈന. ചൈനയുടെ നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ദിസ് വൺ, ദാറ്റ്സ് ഓൾസോ ചൈന. ദിസ് വൺ ഒമാൻ. ദിസ് ചൈന. ദിസ് ഈസ് ഓൾസോ ചൈന. ദിസ് ഈസ് ഇന്ത്യ. ആൻഡ് ദിസ് ഈസ് ഇംഗ്ലണ്ട്. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. ദിസ് വൺ ഈസ് ഇംഗ്ലണ്ട്, ദിസ് കറൻസി. ദെൻ നെക്സ്റ്റ് ഈസ് ഇന്ത്യ, USA, again USA, Oman, India, China, this also China, Oman, China, then India, then England. Okay, here ends our chapter. Thank you and have a nice day.